ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബാക്ക് സ്റ്റിച്ച് ആണ്. എന്നും ചെയ്യുന്നത് പോലെ തന്നെ എംബ്രോയ്ഡറി ഹൂപ്പിൽ നമ്മൾ മസ്ലിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്തു. പിന്നെ നമ്മൾ വൈറ്റ് പെൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡ്രോയിങ് ചെയ്തും കൊടുത്തു. ഇത് ഓരോ പോയിൻറ്റും ഹാഫ് സെൻറ്റിമീറ്റർ ദൂരത്തിലാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സൂചി ഉപയോഗിച്ച് താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഇതുപോലെ കുത്തിയെടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ പോയിന്റിൽ നമുക്ക് സൂചി താഴോട്ടേക്ക് പതുക്കെ ഇറക്കി കൊടുക്കാം. ആദ്യം നമ്മൾ മേലോട്ടേക്ക് എടുത്തു, രണ്ടാമത്തെ സ്റ്റെപ്പ് അതേ കാര്യം താഴോട്ടേക്ക് ചെയ്തു കൊടുത്തു. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തത്, ഒന്നും ഇതിൽ പ്രത്യേകിച്ചില്ല. ഇനി മൂന്നാമത്തെ പോയിന്റിൽ ഞാൻ മേലോട്ടേക്ക് വീണ്ടും കുത്തിയെടുത്തു. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ടാമത്തെ പോയിന്റ് കണ്ടല്ലോ, ആ ഭാഗത്തേക്ക് താഴോട്ടേക്ക് ഇറക്കി കൊടുക്കുകയാണ്. ഇത് നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്, റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഇനി ഞാൻ അഞ്ചാമത്തെ പോയിന്റിൽ വെച്ചു. ഇനി വീണ്ടും നാലാമത്തെ പോയിന്റിൽ വെച്ച് താഴോട്ടേക്ക് ഇറക്കി കൊടുക്കുകയാണ്. ഇത് ബാക്ക് സ്റ്റിച്ചാണ്, നമ്മൾ പുറകിലോട്ടേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, സെയിം കാര്യം തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആറാമത്തെ പോയിന്റിൽ വെച്ച് കുത്തിയെടുത്തതിന് ശേഷം അഞ്ചാമത്തെ പോയിന്റിൽ വെച്ച് താഴോട്ടേക്ക് ഇറക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ റിപ്പീറ്റായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏഴാമത്തെ പോയിന്റിൽ വെച്ച് സൂചി മുകളിലോട്ടേക്ക് എടുത്തതിന് ശേഷം ആറാമത്തെ പോയിന്റിലോട്ട് താഴോട്ടേക്ക് കുത്തിയിറക്കി കൊടുക്കുകയാണ്. സെയിം കാര്യമാണ്, മുകളിലോട്ടേക്ക് കയറ്റുകയും ചെയ്യുന്നു, അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എട്ടാമത്തെ പോയിന്റിൽ വെച്ചിട്ട് സൂചി മുകളിലേക്ക് കയറ്റി കൊടുക്കണം. ഇവിടെ നമ്മൾ പോയിന്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കും, കാരണം നമുക്ക് ഓരോ പോയിന്റിലും നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് ഇതുപോലെ ഓരോ സ്റ്റെപ്പായിട്ട് പോകുന്നത്. അപ്പോൾ എട്ടാമത്തെ പോയിന്റിൽ വെച്ചു നമ്മൾ സൂചി മുകളിലേക്ക് കയറ്റി. ഇനി ഏഴാമത്തെ പോയിന്റിൽ വെച്ച് നമ്മൾ താഴോട്ടേക്ക് സൂചി ഇതുപോലെ കുത്തി ഇറക്കി കൊടുക്കുകയാണ്. ഇതൊരു ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിദ്യയാണ്. ഇതുപോലെ ഡ്രോ ചെയ്തതിന് ശേഷം നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്നത്. പിന്നെ ഒമ്പതാമത്തെ പോയിന്റിൽ വെച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുകയാണ്. എട്ടാമത്തെ പോയിന്റിൽ വെച്ച് താഴോട്ടേക്ക് ഇറക്കി കൊടുത്തു. ഇത് ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ സൂചി മുകളിലോട്ടേക്ക് കയറ്റി കൊടുക്കുന്നു. അതേ കാര്യം താഴോട്ടേക്ക് തൊട്ട് പുറകിലത്തെ പോയിന്റ് വെച്ച് ഇറക്കി കൊടുക്കുന്നു. കയറ്റുകയും ഇറക്കുകയാണ് നമ്മൾ ഈ ബാക്ക് സ്റ്റിച്ചിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ റണ്ണിങ് സ്റ്റിച്ചുമായിട്ട് ഇത് കൺഫ്യൂഷനായി പോകരുത്. റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് ഡ്രോ ചെയ്യുന്നത്. അതായത് ഓരോ ഹാഫ് സെൻറ്റിമീറ്ററും നമ്മൾ ഡ്രോ ചെയ്തതിന് ശേഷം മുന്നോട്ടേക്ക് ഓരോ ഹാഫ് സെൻറ്റിമീറ്ററും വിട്ട് ചെയ്തു കൊടുക്കുകയാണ്. പക്ഷേ ഈ ഒരു ബാക്ക് സ്റ്റിച്ചിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെൻറ്റിമീറ്റർ പോലും വിട്ടു കൊടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. മാത്രമല്ല, നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിൽ മുന്നോട്ടേക്കാണ് സ്റ്റിച്ച് ചെയ്തതെങ്കിൽ ബാക്ക് സ്റ്റിച്ചിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് പുറകോട്ടേക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാവാം ഇതിന് ബാക്ക് സ്റ്റിച്ച് എന്ന പേര് വന്നിരിക്കുന്നതും. കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു പോയിന്റിൽ വെച്ച് മുകളിലോട്ടേക്ക് സൂചി വലിച്ചെടുക്കുന്നു. ശേഷം അതിൻ്റെ തൊട്ടു പുറകിലുള്ള പോയിന്റിൽ വെച്ച് അതേ സൂചി താഴോട്ടേക്ക് ഇറക്കി കൊടുക്കുന്നു. മുന്നോട്ട് എടുത്ത കാര്യം പുറകിലോട്ടേക്ക് ഒരു സ്റ്റെപ്പ് വെച്ച് താഴോട്ടേക്ക് സൂചി ഇറക്കി കൊടുക്കുന്നു. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഡ്രസ്സിലൊക്കെ തയ്ച്ചെടുക്കാം. നമ്മുടെ ബാക്ക് സ്റ്റിച്ച് വെച്ച് മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് നമുക്ക് ഉണ്ടാക്കാം. ഫ്ലവേഴ്സ് വരക്കാം, അതുപോലെ തന്നെ എന്തെങ്കിലും ആർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൽ വരച്ച് ഡ്രോ ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ നേരത്തെ കാണിച്ച പെന്ന് നിങ്ങൾക്ക് വൈറ്റ് പെൻ യൂസ് ചെയ്യാം. അതാവുമ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ആ പെന്നിൻ്റെ ആ ഒരു വൈറ്റ് കളർ പതുക്കെ മങ്ങിപ്പോയിക്കോളും. അതുമാത്രമല്ല, നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കൂടെ കിട്ടും. അപ്പോൾ മാക്സിമം ബിഗിനേഴ്സ് ആണെങ്കിൽ, ഇതുവരെ എംബ്രോയ്ഡറി ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വൈറ്റ് പെൻ വെച്ച് തുടങ്ങുക. അതാവുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഒരേ സൈസും ഷേപ്പും നമ്മുടെ എംബ്രോയ്ഡറിയിൽ ഓരോ സ്റ്റെപ്പ് നമ്മൾ ചുവട് വയ്ക്കുമ്പോഴും കിട്ടാനും എളുപ്പമായിരിക്കും. എല്ലാവരും ഇത് പ്രത്യേകം ഓർമ്മിക്കണം. ആദ്യം നിങ്ങൾ ഡ്രോ ചെയ്ത് മെഷർ ചെയ്തതിന് ശേഷം മാത്രം ഒരു എംബ്രോയ്ഡറി തുടങ്ങുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ നല്ല വൃത്തിയിൽ ഫിനിഷിങ് കിട്ടാനും എളുപ്പമായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റിച്ചിങ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ കണ്ടല്ലോ ഞാൻ ചെയ്യുന്ന മെത്തേഡ്. നമ്മൾ ആദ്യം ഒരു പോയിന്റിൽ വെച്ച് സൂചി ഇതുപോലെ മേലോട്ടേക്ക് കുത്തിയെടുക്കുകയാണ്. ശേഷം നമ്മൾ തൊട്ട് പുറകിലത്തെ പോയിന്റിലെ കൂടെ നമ്മുടെ സൂചി താഴോട്ടേക്ക് കുത്തി ഇറക്കി കൊടുത്തു. വീണ്ടും നമ്മൾ തൊട്ടടുത്ത പോയിന്റിൽ വെച്ച് സൂചി മുകളിലോട്ടേക്ക് കയറ്റിയെടുത്തു. ഇനി നമ്മൾ അതിൻ്റെ തൊട്ടു പുറകിലുള്ള പോയിന്റിൽ വെച്ച് നമ്മുടെ സൂചിയും നൂലും താഴോട്ടേക്ക് ഇറക്കി കൊടുക്കുകയാണ്. നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ഇതേ കാര്യമാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇതുവരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സൂചി ചെയ്ത പണി നിങ്ങൾ കണ്ടല്ലോ. ആദ്യം മുന്നോട്ടേക്കൊരു സ്റ്റെപ്പ് എടുക്കുന്നു, പിന്നെ പുറകോട്ടേക്കുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നു. ഇത്രയും മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മുൻഭാഗത്തു കൂടെ മുകളിലോട്ടേക്ക് കയറ്റിയെടുക്കുകയാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ തൊട്ട് പുറകിലുള്ള പോയിന്റിൽ കൂടെ നമ്മുടെ സൂചി ഇറക്കി കൊടുത്തു. വളരെ സിമ്പിളാണ്. അത്ര എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നൊരു സ്റ്റിച്ചാണിത്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് പുറകുവശം ഒന്ന് കണ്ടാലോ. പുറകുവശം ഈ രീതിയിലാണ് വരുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ എങ്ങനെയായിരുന്നു ആ പാറ്റേൺ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഇനി നമുക്കിതൊന്ന് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യേണ്ട രീതിയൊക്കെ ഞാൻ ഒന്നാമത്തെ ഈ ഒരു എംബ്രോയ്ഡറി വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ വാഷ് ചെയ്താലും ഇളകിപ്പോവില്ല. ഇനി നമുക്ക് ബാക്കി വരുന്ന ഭാഗം സിസർ വെച്ച് കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. വീട്ടിൽ തന്നെ നമുക്ക് സൂചിയും നൂലും വെച്ച് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ക്ലോത്ത്, മസ്ലിൻ ക്ലോത്ത് ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. നിങ്ങൾ കണ്ടില്ല, സെയിം സൈസും ഷേപ്പും ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഡ്രോ ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലുള്ള ക്ലോത്തുകളിൽ പണി തുടങ്ങുക. ഇത്രയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എംബ്രോയ്ഡറി വളരെ എളുപ്പമായി തോന്നും, വളരെ സിമ്പിളായിട്ട് തോന്നും, മാത്രമല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നും. നിങ്ങളിതൊന്ന് നോക്കിക്കുക, എത്ര സിമ്പിളായിട്ടും എലഗൻ്റായിട്ടും ക്യൂട്ടായിട്ടുമാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത് എന്ന്. ഇത് മുഴുവൻ ബാക്ക് സ്റ്റിച്ചാണ്. പക്ഷേ ഇതിൻ്റെ കാലിൻ്റെ കുറച്ച് ഭാഗം മാത്രം നമ്മൾ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയിൻ സ്റ്റിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ഞാൻ ബാക്ക് സ്റ്റിച്ച് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഡ്രസ്സിലും ഇഷ്ടമുള്ള വെറൈറ്റി ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ സ്വന്തം ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം. എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ചെയ്തു നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വലിയൊരു കാര്യമായിട്ട് തോന്നും. ഭാഗത്തും ഇതിൻ്റെ ബാക്ക് സ്റ്റിച്ചാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, കഴുത്തിലും. അതുപോലെ തന്നെ മാക്സിമം ബാക്ക് സ്റ്റിച്ചാണ്. നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ.